സോ കറൻ്റ്ലി എന്നോടൊപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിദയുണ്ട്. ഫിദയുടെ സ്ഥലം ആലപ്പുഴയാണ്. പിന്നെയുള്ള റോഷ്നിയാണ്. റോഷ്നിയുടെ സ്ഥലം കന്യാകുമാരിയാണ്. ബൗല് വന്നതിന് ശേഷം ഞാനിങ്ങനെ കോറിഡോറിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മലയാളീസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ആൾക്ക് മലയാളം കൊഞ്ചം അറിയത്തുള്ളൂ എന്നോട് പറഞ്ഞു. ബിക്കോസ് കന്യാകുമാരിയാണ്, പക്ഷേ അമ്മൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. മലയാളം കുറച്ചേ അറിയുള്ളൂ, അതുകൊണ്ടൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ആളെ എന്തായാലും ഞാൻ പറയിപ്പിക്കും. ഓക്കെ, സോ എന്തായാലും ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം ചോദിച്ചു നോക്കാം. സോ നമ്മൾ ആലപ്പുഴയിൽ എവിടെ സ്ഥലം വരുന്നത്? എവിടെയാ? ആലപ്പുഴയിൽ പാതിരപ്പള്ളി എൻ്റെ സ്ഥലം. പാതിരപ്പള്ളി എന്ന് പറയുമ്പം നിയറസ്റ്റ് ടു ഉദയ സ്റ്റുഡിയോ ഉണ്ട്. അതായത് പ്രോപ്പർ ടൗൺ തന്നെയാണ്. ഓക്കെ, പ്രോപ്പർ ടൗൺ തന്നെയാണ്. ഓക്കെ, സോ ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് ഇനി തേർഡ് ഇയറിലോട്ട് പോകാനായിട്ട് പോകുന്നു അല്ലേ? സോ മോളെ ഫിദ, ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ക്ലാസ് എല്ലാം നന്നായിട്ട് പോകുന്നു. നമുക്കിപ്പോൾ ലെക്ചേഴ്സ് ഉണ്ട്, പിന്നെ കാഡവർ ലാബ് ഉണ്ട്. ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം ഇപ്പൊ ഞാനിപ്പോ കറന്റ്ലി സെക്കൻഡ് ഇയർ ആണല്ലോ. സെക്കൻഡ് ഇയറിൽ 4th സെമസ്റ്ററാണ്. അതുകൊണ്ട് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് പയ്യെ വഴിയെ വരും. കാഡവർ ഉണ്ട്, പിന്നെ ലബോറട്ടറി ലൈക്ക് ലാബ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം നന്നായിട്ട് പോകുന്നു. ഞാനിവിടെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്തേ നിങ്ങളുടെ കടാവർ ലാബ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഔട്ട് സൈഡേഴ്സ് ആയതുകൊണ്ട് ഒരു പിന്നെ കയറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് പിന്നെ ബാക്കി കടാവർ ലാബ് ഫുൾ അലൗഡ് ആണ്? അലൗഡ് ആണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ജോർജിയയിൽ കടാവർ അവൈലബിൾ ആയിട്ടുള്ളത് ബൗല് മാത്രമാണ്, ബൗ വേറെ എങ്ങോ ഇല്ലല്ലോ. പിന്നെ നോർമലി പല സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വരുന്നൊരു കൺസേൺ ആണ്, പിന്നെ നമ്മൾ വേറെ രാജ്യങ്ങളോട് പോകുന്ന സമയത്ത് ഇപ്പം ഫാക്കൽറ്റീസിന് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവരുടെ ആക്സെന്റ് സെറ്റ് ആവത്തില്ല. അത് കാരണം അവർ പറയുന്നത് ക്ലിയർലി നമുക്ക് മനസ്സിലാവാത്തൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ബൗന്ന് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഫേസ് ആയിട്ടില്ല. നമ്മുടെ ഇവിടെ എല്ലാവരും അത്യാവശ്യം ഫ്ലുവൻ്റ്ലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. പിന്നെ നമുക്ക് അവരുമായിട്ട് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. റിഗാർഡിംഗ് നമ്മുടെ സ്റ്റാഫിന്റെ ഒരു നോളജ് ക്വാളിറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസ് ആണോ? ക്വാളിറ്റി, അതെ, ക്വാളിറ്റി ഒക്കെ ഉള്ള ഫാക്കൽറ്റീസ് ആണ്. നമുക്ക് പകുതിയും ക്ലാസ്സസ് ഒക്കെ എടുക്കുന്ന ഭയങ്കര ഡോക്ടേഴ്സ്, MD കംപ്ലീറ്റ് ചെയ്തവര്, അങ്ങനെയൊക്കെയാ. അതുകൊണ്ട് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ്. വേറെ പ്രോബ്ലംസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. സോ പിന്നെ ഈ വർഷം നമ്മുടെ FMG റിസൾട്ടില് വളരെ നല്ലൊരു റിസൾട്ട് നേടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. കറന്റ്ലി നമുക്കില്ലെന്ന് പറഞ്ഞാൽ 63.29% റിസൾട്ട് നേടിയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിന് കിട്ടിയ അതേ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഡിഗ്രി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ FMG ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുണ്ട്. FMG ഇപ്പൊ നമ്മളൊരു 4th ഇയർ ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 3rd ഇയർ ഹാഫ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ FMGക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമല്ലോ. അതിനിപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ട്യൂട്ടേഴ്സിനെയൊക്കെ, പ്രൊഫസേഴ്സിനെ ആയാലും എല്ലാം കോൺടാക്ട് ചെയ്യാം. അവരൊക്കെ നമുക്ക് ഫുൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി വഴി തന്നെ FMGക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അവർ ഓർഗനൈസ് ചെയ്ത് തരും. അതായത് ചെറിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് FMGക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, അതിലൂടെ നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6th ഇയർ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ നോർമലി നമ്മളിപ്പോഴും ഈ വിദേശത്ത് പോയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പല ന്യൂസിലും. എസ്പെഷ്യലി പല യൂറോപ്യൻ റീജിയനിലുള്ള രാജ്യങ്ങൾ, UK അതുപോലെ തന്നെ കറന്റ്ലി കാനഡയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻസിനെതിരെ പല തരത്തിലുള്ള ആക്രമണങ്ങളും അല്ലെങ്കിൽ ഇന്ത്യൻസിനെ മാറ്റി നിർത്തുന്ന ഇഷ്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? സോ ബത്തൂമി എന്ന് പറയുന്ന സിറ്റിയിൽ ഇപ്പം നിങ്ങൾ വന്നിട്ട് അറൗണ്ട് ഒരു 2 years ആവാനായിട്ട് പോകുന്നുണ്ടല്ലേ? സോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ ലോക്കൽസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമൊന്നും ബത്തൂമിലില്ല. ബത്തൂമി ഈസ് എ വെരി സേഫ് സിറ്റി. കാരണം ബത്തൂമി ഒരു ചെറിയൊരു പ്ലേസ് ആണ്. അത് നല്ല പീസ് ആൻഡ് കാംഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഇപ്പം ഞാനൊക്കെ തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് ലേറ്റ് നൈറ്റ് ഒരു 3 o'clock 2:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് ക്യാബ് ബുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് വരാറ്. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഫുൾ സേഫ്റ്റിയാണ്. ഇപ്പൊ ക്യാബിലൊക്കെ തന്നെ അവർക്ക് ഇൻസ്റ്റോൾ ക്യാമറ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. സോ ഇപ്പം പോലീസിനെ വിളിക്കാനുള്ള ബട്ടൺസ് ആയാലും ലൈക്ക് നമുക്ക് ഫുൾ സെക്യൂരിറ്റി ആണ്. പിന്നെ ലോക്കൽസ് ആയാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ബത്തൂമി ഈസ് എ വെരി കാം ആൻഡ് പീസ്ഫുൾ സിറ്റി. എങ്ങനെയുണ്ട് ഒരു ലിവിംഗ് കോസ്റ്റ്, ആവറേജ് ലിവിംഗ് കോസ്റ്റ് നോക്കുമ്പോൾ?
ആവറേജ് ലിവിംഗ് കോസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മന്ത്ലി എങ്ങനെ ക്യാഷ് അങ്ങനെയാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ അപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ ഫുഡ്, ഇപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ അപ്പാർട്ട്മെന്റിലാണല്ലോ താമസിക്കുന്നത്. സോ അപ്പം നമ്മുടെ ഫുഡിന്റെ അക്കോമഡേഷൻ ആവറേജ് നോക്കുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് എത്ര റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മന്ത് മാനേജ് ചെയ്യാം? മന്ത്ലി ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മിനിമം ഒരു $100 നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം അതിൽ തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ഇപ്പം കിച്ചൺ ചോർസ് ആയാലും വെജിറ്റബിൾ ഗ്രോസറി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. $100 ഒരാൾക്കും എല്ലാം ഫുഡ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഫുഡും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ലിവിംഗ് കോസ്റ്റ് അപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ വേരി ചെയ്യും. സമ്മർ ടൈമിൽ കുറച്ച് പീക്ക് റേറ്റിലായിരിക്കും ഇരിക്കുക, വിന്ററിലാവുമ്പോൾ കുറച്ചുകൂടെ കുറവായിരിക്കും അപ്പാർട്ട്മെന്റ് റേറ്റ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്താൽ മതിയാവും. അല്ല, എന്നാലും ഏകദേശം എത്ര വരുമായിരിക്കും? ഏകദേശം ഒരു 2 BHK ഒക്കെ ഒരു $450-400 മന്ത്ലി വരും. അതായത് 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന 2 ഷെയറിംഗ് താമസിക്കാൻ പറ്റുന്ന സ്ഥലത്തിന്. അപ്പം അവർ ആവറേജ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 എന്ന രീതിയിൽ വരുമായിരിക്കും. കൂടിയും കുറഞ്ഞാൽ 400 ആണ് മിനിമം. അതായത് ഇപ്പൊ രണ്ടും കൂടെ നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു മന്ത്ലി ഒരു $300 മുതൽ $350 വരെ ഉണ്ടെങ്കിൽ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാം. നമ്മുടെ റെന്റും നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ചേർത്തിട്ട് $300 to $350 ഉണ്ടെങ്കിൽ നമുക്ക് ലിവിംഗ് കോസ്റ്റ് മാനേജ് ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സിംഗിൾ BHK എടുക്കാം. അത് ഇതിലും കുറേ ഒരു 250 അങ്ങനെ വരും. 250 റേഞ്ചിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനത്തെ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഒരു ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ മന്ത്ലി ഒരു $350 ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നാട്ടിലൊരു 26 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ 25 മുതൽ 30 വരെയൊക്കെയാണ് നമ്മുടെ ഒരു ലിവിംഗ് കോസ്റ്റ് വരുന്നത് അല്ലേ? ദെൻ നാട്ടിൽ നിന്ന് എങ്ങനെയാ വരുന്നത്? ടിബിലിസിയിൽ വന്നിട്ടാണോ വരുന്നത്, അതോ നിങ്ങളുടെ പിന്നെ കുട്ടൈസിയാണോ, അതോ ബാക്ക് വഴി ഡയറക്റ്റ് ആണോ വരാറ്? നാട്ടിൽ നിന്ന് ഇപ്പം എന്റെ കൊച്ചിയാണല്ലോ, കൊച്ചിന്ന് കൊച്ചി ടു ഏതെങ്കിലും ലൈക്ക് ബഹ്റൈൻ, ഷാർജ, ഗൾഫ് കണക്ഷൻ. മെയിൻലി ഷാർജ ആയിരിക്കും വരിക. പിന്നെ ഷാർജ ടു ടിബിലിസി, പിന്നെ അവിടെ നിന്ന് ബസ്സോ ട്രെയിൻ നമ്മൾ എടുത്തിട്ട് ബൈ റോഡാ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് ടയറിംഗ് ആണ്, എന്നാലും അതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പക്ഷെ കറന്റ്ലി ഇപ്പം ബാക്കുന്ന് ഡയറക്റ്റ് ബത്തുമി ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇവിടുന്ന് ടു ഡൽഹി ഫ്ലൈറ്റ് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങൾ നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് അന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടുന്ന് ബാക്കു ടു ഡൽഹി എന്ന രീതിയിൽ. പക്ഷെ എന്നാലും വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഡൽഹിയിൽ നിന്ന് വീണ്ടും നമ്മൾ ഡൊമസ്റ്റിക് എടുക്കേണ്ടി വരും. കൊച്ചി ഡൊമസ്റ്റിക് എടുക്കേണ്ടി. It's going to be the same.